രാഹുലിന്റെ ഇരകളിൽ കോൺഗ്രസ് വനിതാ പ്രവർത്തകരും. ഷാഫിക്ക് എല്ലാം അറിയാം. ആരോപണവുമായി ഹണി ഭാസ്കരൻ കൂടി രംഗത്ത് വന്നതോടെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വെട്ടിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയാണ്. രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഷാഫി തയ്യാറായിട്ടില്ലെന്നും ഹണി ഭാസ്കർ കുറ്റപ്പെടുത്തുന്നു. നിലവിൽ രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകട്ടെ എന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചീഞ്ഞു നാറുകയാണ്. തികഞ്ഞ രാഷ്ട്രീയ മാലിന്യം തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രാഹുലിനെതിരെ ഹണി ഭാസ്കർ. രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും രീതിയിൽ ആത്മാർത്ഥത ശേഷിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക, അതാണ് അന്തസ്. യുവ നേതാവിനെതിരെ മാധ്യമപ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തൽ വ്യാപക ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തക ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയെന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായിരിക്കുന്നത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ. രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കരൻ തുറന്നെഴുതിയത്. ജൂൺ മാസം താൻ നടത്തിയ ശ്രീലങ്കൻ യാത്രയ്ക്കിടെ വിശേഷങ്ങൾ ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിൽ സന്ദേശം അയച്ചതായി ഹണി ഭാസ്കരൻ പറയുന്നു. തന്റെ ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ചുകൊണ്ടായിരുന്നു രാഹുൽ തുടങ്ങിയത്. ശ്രീലങ്ക പോവാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുൻവിധികളും ഇല്ലാതെ താൻ അത് വിശദീകരിച്ച് നൽകി. അതിനുശേഷം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബെറ്റും വെച്ച് അയാൾ പോയെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു. ഇതിനുശേഷം താൻ കാണുന്നത് അയാളുടെ മെസ്സേജുകളുടെ തുടർച്ചയായിരുന്നു. ചാറ്റ് നിർത്താൻ അയാൾക്ക് ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയതോടെ റിപ്ലൈ നൽകിയില്ല. താൻ മറുപടി നൽകാത്തത് കൊണ്ട് ആ ചാറ്റ് അവസാനിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആ ചാറ്റിന് പിന്നിലെ അശ്ലീല കഥകൾ പിന്നീടാണ് താൻ മനസ്സിലാക്കുന്നതെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു. താനുമായുള്ള ചാറ്റിലെ വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുകയാണ് ചെയ്തതെന്ന് ഹണി ഭാസ്കരൻ ചൂണ്ടിക്കാട്ടുന്നു. താൻ അങ്ങോട്ട് ചെന്ന് ചാറ്റ് ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞു നടന്നതെന്നും ഹണി ഭാസ്കരൻ പറഞ്ഞു. രാഹുലിന്റെ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്ന് തനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല, അയാളുടെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങി നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിന്റെ ഏറെ സമയവും അയാൾക്കൊപ്പം ചെലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ഹണി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ അവിടം കൊണ്ടും തീരുന്നില്ല. രണ്ട് പ്രധാന നേതാക്കൾ CPM-ൽ ചേർന്നു. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വാൻ തിരിച്ചടി. തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് കോൺഗ്രസ് നേതാക്കൾ CPM-ൽ ചേർന്നു. വെള്ളനാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് മഹേഷ് എന്നിവരാണ് പാർട്ടി വിട്ടത് കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചെന്ന് വി ജോയ് വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ CPM-ൽ ചേരുമെന്ന് വി ജോയ് നേരത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണതയിൽ മരമടുത്ത കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുതുകുളങ്ങര പ്രശാന്ത്, അരുവിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മഹേഷ് എന്നിവരെ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു എന്നാണ് വി ജോയ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കെട്ടിട നമ്പർ ക്രമക്കേട്. മുഖ്യമന്ത്രിയെ കാണാൻ പുറപ്പെട്ട കോൺഗ്രസ് കൗൺസിലർക്ക് പാർട്ടി വിലക്ക്. കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്നാണ് പുതിയ ചോദ്യം. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ ക്രമക്കേടിൽ മുഖ്യമന്ത്രിയെ കാണാൻ പുറപ്പെട്ട കോൺഗ്രസ് നേതാവിന് പാർട്ടി വിലക്ക്. ഇതോടെ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ KC ശോഭിത സംഘത്തിൽ നിന്നും പിന്മാറി. ഇതോടെ മറ്റ് UDF അംഗങ്ങളും യാത്ര ഉപേക്ഷിച്ചു. റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാൻ നിൽക്കുന്നതിനിടെ അവസാന നിമിഷമാണ് അപ്രതീക്ഷിത വിലക്ക്. MSF മതസംഘടനയെന്നും ക്യാമ്പസിൽ മതം പറഞ്ഞ വിദ്യാർത്ഥികളെ വേർതിരിക്കുന്നുവെന്നും SFI ആരോപണം ഏറ്റുപിടിച്ചിരിക്കുകയാണ് KSU. SFI പറഞ്ഞത് ശരിയാണെന്ന് KSU പറയുകയാണോ എന്നാണ് പുതിയ ചോദ്യം. MSF മതസംഘടന തന്നെയാണെന്നും മുഖം മറച്ചു ക്യാമ്പസിൽ മതം പറഞ്ഞ വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവരാണെന്നും KSU ജില്ലാ സെക്രട്ടറി CH മുബാസ. ജില്ലയിൽ MSF KSU സംഘർഷം രൂക്ഷമായിരിക്കെയാണ് MSF-നെതിരെ SFI ഉയർത്തിയ ആരോപണം ഏറ്റുപിടിച്ച് KSU-വിന്റെ നേതാവും രംഗത്തെത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് മുബാസ് MSF-നെ രൂക്ഷമായി വിമർശിച്ചത്.